അപ്പൊ അങ്ങനെ വിളിച്ചു നേർന്ന് ശിർക്കാണ്, അവൻ മുശ്രിക്കാകുന്നു. കിതാബിലുള്ളതോ അത് ചെയ്യൽ അനുവദനീയമാകുന്നു. ആരാ കിതാബിന്റെ കൂടെയുള്ളത്? തവസ്സുൽ ചെയ്യല് ഇമാമുകൾ പറയുന്നു പുണ്യകർമ്മമാകുന്നു. മുജാഹിദ് പറയുന്നു ഈ പുസ്തകത്തിൽ കേന്ദ്രം സംസ്ഥാന കമ്മിറ്റി പ്രസിദ്ധീകരിച്ച വിശ്വാസ കാര്യങ്ങൾ ഈ പുസ്തകത്തിന്റെ 329 പേജിൽ പറയുന്നു കടുത്ത ശിർക്കാകുന്നു. പറയണം നിങ്ങൾ, ആരാ അവിടെ കിതാബിലുള്ളത് പറയുന്നത്, ആരാ കിതാബിലുള്ളത് ഒളിപ്പിച്ചു വെക്കുന്നത് എന്ന് മുജാഹിദുകളെ നിങ്ങൾ ചിന്തിക്കണമെന്നാണ് ഞങ്ങൾക്ക് പറയാനുള്ളത്. ഇനി നിങ്ങൾക്കറിയോ, നമ്മൾ സുന്നികൾ ചെയ്യുന്ന കാര്യമാണ് ഖുനൂത്തും കൂട്ടുപ്രാർത്ഥനയും നിർവഹിക്കുക എന്നത്. ഈ ഖുനൂത്ത് നിർവഹിക്കുക, അതുപോലെ കൂട്ടുപ്രാർത്ഥന നിർവഹിക്കുക എന്നതിനെ കുറിച്ച് ഇസ്ലാമിന്റെ നിയമം എന്താ, കിതാബിലുള്ളത് എന്താണ്? അത് സുന്നത്താകുന്നു, അത് പുണ്യകർമ്മമാകുന്നു എന്നാണ് കിതാബിലുള്ളത്. ഇമാം നബവിയുടെ ശറഹുൽ മുഹദ്ദബ് വിശദീകരിക്കുന്നു, വസ്സുന്നത്തു ഫീ സ്വലാത്തി സുബ്ഹി അൻ യഖ്നുത ഫി റക്അത്തി സാനിയ, രണ്ടാം റക്അത്തിൽ ഖുനൂത്ത് ഓതലാണ് സുബ്ഹി നിസ്കാരത്തിൽ സുന്നത്തായിട്ടുള്ളത്. ആരാ പറയുന്നത്? ഇമാം നബവി പറയുന്നു, ഇമാം ശിറാസി പറയുന്നു, അവരൊക്കെ പറയുന്നത് ഇത് സുന്നത്താകുന്നു. മുജാഹിദ് പറയുന്നതോ അത് കടുത്ത വ്യഭിചാരത്തെക്കാളും മോഷണത്തെക്കാളും കടുത്ത കുറ്റമാകുന്നു. കിതാബിലുള്ളത് പറയുന്നത് ആരാണെന്ന് നിങ്ങൾ ചിന്തിക്കണം. നിങ്ങൾ നോക്ക്, ഇമാമുകൾ ഫത്ഹുൽ മുഈനാണിത് കിതാബിലുള്ളത് നിങ്ങൾ മറക്കണ്ട. കണ്ടോ, സുന്നത്ത് ബഹുമാനപ്പെട്ട സൈനുദ്ദീൻ മഖ്ദൂം തങ്ങൾ പറയുന്നു കൂട്ടുപ്രാർത്ഥന നടത്തൽ അത് സുന്നത്താകുന്നു. വതഅ്മീനു മഅ്മൂമിൻ സമിഅ ദുആ അൽ-ഇമാമി വഇൻ ഹഫിള ദാലിക വറഫഉ യദൈഹി ത്വാഹിറതൈനി ഹദവ മൻകിബൈഹി, രണ്ട് കൈയും ഉയർത്തുകയും എന്നിട്ട് ആമീൻ പറയുകയും ചെയ്യൽ അത് സുന്നത്താകുന്നു. ആരാത് പറയുന്നത്? മഖ്ദൂം തങ്ങള്. കിതാബിലുള്ളത് എന്താ? സുന്നത്താണ് കൂട്ടുപ്രാർത്ഥന. നബവി ഇമാം പറയുന്നത് എന്താണ്? ഖുനൂത്ത് സുന്നത്താകുന്നു. മുജാഹിദ് പറയുന്നതോ കിതാബിലുള്ളതൊക്കെ എങ്ങനെയാണ്? ഇനി മുജാഹിദ് പറയുന്നത് എങ്ങനെയാണ്? കേട്ടോളൂ. മുജാഹിദ് ബാലുശ്ശേരി പറയുന്നത് നിങ്ങൾക്ക് കേൾക്കാം, അത് വ്യഭിചാരത്തെക്കാളും മഹാപാതകമാകുന്നു. വെച്ചുകൊടുക്ക്. ഒരു ചില്ല ഒരാൾ വ്യഭിചരിക്കുന്നതിനേക്കാൾ, ഒരാൾ മദ്യപിക്കുന്നതിനേക്കാൾ, ഒരാൾ പലിശ കൊടുക്കുന്നതിനേക്കാൾ, ഒരാള് ഈ നിലക്ക് അധർമ്മം പ്രവർത്തിക്കുന്നതിനേക്കാൾ, അളവിലും ദുഃഖത്തിലും കൃത്രിമ പ്രവർത്തിക്കുന്നതിനേക്കാൾ പിശാചിന് ഏറ്റവും ഇഷ്ടം നമസ്കാരത്തിന് ശേഷമുള്ള കൂട്ടപ്രാർത്ഥനയാകുന്ന ബിദ്അത്ത്, സുബഹിക്ക് ശേഷമുള്ള ഖുനൂത്താകുന്ന ബിദ്അത്ത്. നമസ്കാരം സുബഹിക്ക് ശേഷമുള്ള ഖുനൂത്ത് ഈ മൊയന്തിനറിയോ ഇത് എവിടെ ഓതനെന്ന് നിങ്ങൾ ചിന്തിച്ചു നോക്കി സഹോദരന്മാരെ. ഇവരാണ് ഇവിടെ നേതാക്കള്. ഈ ജാഹിലുകളായ മൗലവിമാരാണ് ഇവിടെ വന്ന ആൾക്കാരെ നേതാക്കള്. നേരത്തെ അബൂബക്കർ മൗലവി പറഞ്ഞില്ലേ, ആ താടി ഈ കയ്യും തന്നെ ഉള്ളൂ എന്ന് പറഞ്ഞില്ലേ, അതാണ് അതിന്റെ ശരി. ഒന്നുകൂടി കേൾക്ക് നിങ്ങൾ. വെച്ചുകൊടുക്കുക. കൂട്ടപ്രാർത്ഥനയാകുന്ന ബിദ്അത്ത്, സുബഹിക്ക് ശേഷമുള്ള ഖുനൂത്താകുന്ന ബിദ്അത്ത്, നമസ്കാരത്തിന് ശേഷമുള്ള കൂട്ടപ്രാർത്ഥനയാകുന്ന ബിദ്അത്ത്, സുബഹിക്ക് ശേഷമുള്ള ഖുനൂത്താകുന്ന ബിദ്അത്ത്, ഒരാൾ വ്യഭിചരിക്കുന്നതിനേക്കാൾ വലിയ തിന്മ. സുബ്ഹാനല്ലാഹ്, ഇത് പറഞ്ഞില്ല. ഭയങ്കരം തന്നെയാകുന്നു. എന്റെ പ്രസിഡന്റ് അല്ല, സെക്രട്ടറി അല്ല. സമൂഹമേ, നിങ്ങൾക്ക് എന്തുകൊണ്ട് മനസ്സിലാകുന്നില്ല എന്നാണ് പൊട്ടിച്ചേണ്ട. അതുകൊണ്ടൊന്നും ഒരു കാര്യമില്ല. ഇവിടുത്തെ ആളുകളൊന്നും അതിന് വഞ്ചിതരാകൂല. അതിന്റെ നെഞ്ചിന് കുഴപ്പം പറ്റുന്നല്ലാതെ അവിടെ അങ്ങോട്ട് ഒന്നും യേശൂല അങ്ങോട്ട്. അതല്ല അറിയേണ്ടത്. എനിക്ക് തോന്നുന്നത് ഈ രാജികൾ അത് പറയട്ടെ. എന്തുകൊണ്ട് നിങ്ങൾക്ക് മനസ്സിലാകുന്നില്ല? ഒരാൾ വ്യഭിചരിക്കുന്നത് കണ്ടാൽ, മറുഭാഗത്തൊരാൾ നമസ്കാരാനന്തര കൂട്ടുപ്രാർത്ഥന കണ്ടാൽ, മറുഭാഗത്തൊരാൾ നമസ്കാരാനന്തര കൂട്ടുപ്രാർത്ഥന കണ്ടാൽ പിശാചേറെ സന്തോഷിക്കുക. വ്യഭിചരിക്കുന്ന പ്രവൃത്തിയല്ല ഈ കൂട്ടുപ്രാർത്ഥന നടത്തുന്ന മുസ്ലിയാരെ കൊണ്ടാണ്. കൂട്ടുപ്രാർത്ഥന നടത്തുന്ന ഒരാൾ ഒരു മുസ്ലിയാർ മുജാഹിദ് പള്ളിയിൽ അറിയാതെ കയറിപ്പോയി കൂട്ടുപ്രാർത്ഥന നടത്തുകയാണ് നിസ്കാര ശേഷം. അപ്പോഴാ മുജാഹിദ് പള്ളിയല്ലേ ആണും പെണ്ണൊക്കെ ഉണ്ടാവും. അപ്പുറത്ത് ഒരാൾ ഒരു സ്ത്രീയും പുരുഷനും വ്യഭിചരിക്കുകയാണ്. അത് കണ്ടുവന്ന ISMകാരൻ തടയേണ്ടത് ഏതിനെയല്ല, വ്യഭിചരിക്കുന്ന ആളുകൾ പള്ളിയിൽ വ്യഭിചരിക്കട്ടെ, ഇവിടെ തടയേണ്ടത് ഈ മുസ്ലിയാരെയാണ് എന്ന് ISMകാരൻ ചിന്തിച്ചെങ്കിൽ അവനെ കുറ്റപ്പെടുത്തിയിട്ട് കാര്യമുണ്ടോ? സഹോദരന്മാരെ, നിങ്ങൾ ചിന്തിക്കണം. ഇതാ മുജാഹിദ് പഠിപ്പിക്കുന്നത്, കിതാബിലുള്ളത് പറയുന്നത് മുജാഹിദുകളാണോ സുന്നികളാണോ? ഭക്ഷണം കഴിക്കുന്നവർ ചിന്തിക്കണമെന്നാണ് ഞങ്ങൾക്ക് പറയാനുള്ളത്. വിശദീകരിക്കാൻ സമയമില്ല. ഇനി നിങ്ങൾ നോക്ക്, സ്ത്രീ ജുമുഅത്ത് കിതാബിലുള്ളത് മൂടിവെക്കുന്നവർ ഞങ്ങളാണെന്നാ പറയുന്നത്. കേട്ടോളൂ. ഇമാമുന ശാഫിഈ റളിയല്ലാഹു അൻഹു ഹിജ്റ 150 ജനിച്ച മഹാമനീഷി, 1300 കൊല്ലം മുമ്പ് ജീവിച്ച പണ്ഡിതൻ ഇമാം ശാഫിഈ റളിയല്ലാഹു അൻഹു രചിച്ച സ്വന്തം ഗ്രന്ഥമാണ് ഇഖ്തിലാഫുൽ ഹദീസ്. ഈ ഗ്രന്ഥത്തിൽ ശാഫിഈ ഇമാം പറയുന്നത് എന്താണ്? സ്ത്രീകൾ പള്ളിയിലേക്ക് ജുമുഅക്കും ജമാഅത്തിനും
പുറപ്പെട്ടു പോയ ചരിത്രമില്ല എന്നല്ല. വഖദ് കാന മഅ റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ നിസാഉ മിൻ അഹ്ലി ബൈതിഹി വബനാതിഹി വഅസ്വാജിഹി വമൗലയാതിഹി വഖദമിഹി വഖദമി അഹ്ലി ബൈതിഹി. ആരംഭ റസൂലുള്ളാഹിന്റെ കൂടെ പ്രിയപ്പെട്ട ഭാര്യമാരുണ്ടായിരുന്നു, പെൺകുട്ടികളുണ്ടായിരുന്നു, സേവകരായ സ്ത്രീകളുണ്ടായിരുന്നു, അഹ്ലു ബൈത്തിൽപ്പെട്ട സ്ത്രീകളുണ്ടായിരുന്നു, അഹ്ലു ബൈത്തിൽപ്പെട്ടവർക്ക് ഖിദ്മത്ത് ചെയ്യുന്ന സ്ത്രീകളുണ്ടായിരുന്നു. പക്ഷേ ഒട്ടേറെ ആശ്രിതരായ സ്ത്രീകൾ ഉണ്ടായിട്ട് പോലും ഫമാ അലിംതു മിൻഹുന്ന ഇംറഅതൻ ഖറജത് ഇലാ ശുഹൂദി ജുമുഅത്തിൻ വലാ ഇലാ ജമാഅ. ഒരൊറ്റ പെണ്ണും റസൂലുള്ളാഹിന്റെ ആശ്രിതരായ ഒരൊറ്റ സ്ത്രീയും ഇല്ല ഇല്ല ജുമുഅക്കും ജമാഅത്തിനും പുറപ്പെട്ടു പോയ ചരിത്രം എനിക്കറിയുകയില്ല. പറയുന്നതാരാ? ബാലുശ്ശേരിയെ പോലെ ജാഹിലുകളായ ആളുകളല്ല. ഇമാമുൽ അഇമ്മ, ലോക പ്രശസ്ത പണ്ഡിതൻ, മുജാഹിദിന്റെ 7ാം സമ്മേളന സുവനീറിൽ തന്നെ അവർ എഴുതിയല്ലോ, ശാഫി ഇമാമിന് ശേഷം അതുപോലത്തെ ഒരു പണ്ഡിതൻ ലോകത്ത് പിന്നീട് വന്നിട്ടില്ലെന്ന് മുജാഹിദ് പറഞ്ഞ അതേ ശാഫി ഇമാം. 10 ലക്ഷത്തോളം ഹദീസ് പാണ്ഡിത്യമുള്ള മഹാവ്യക്തിത്വം ആ ശാഫി ഇമാം പറയുന്നു, ഇല്ല ഇല്ല, സ്ത്രീകൾ ജുമുഅക്ക് പോകേണ്ടതില്ല, റസൂലുള്ളാഹിന്റെ ഭാര്യമാര് പോയിട്ടില്ല, പെൺകുട്ടികൾ പോയിട്ടില്ല. കിതാബിലുള്ളത് പറയുന്നത് ഞങ്ങളോ നിങ്ങളോ? ഞങ്ങൾ ചോദിക്കുന്നത് അതുകൊണ്ടാ, നിങ്ങളും മുജാഹിദിലേക്ക് പോവുകയാണല്ലേ? ഇത് കിതാബിലുള്ളതല്ല, ഇത് സുന്നത്തിലുള്ളതല്ല, ഇത് മദ്ഹബിന്റെ ഇമാമുകൾ പറഞ്ഞ് പഠിപ്പിച്ചിട്ടുള്ളതല്ല. വിശദീകരണം ഞാൻ ചുരുക്കുന്നു. ഇനി നിങ്ങൾക്കറിയോ നബിദിനാഘോഷത്തിന്റെ ചരിത്രം ഞാൻ വിശദീകരിക്കുന്നില്ല. മുജാഹിദ് മൗലവിമാർ ഇവിടെ പറഞ്ഞതെന്താ? നബിദിനാഘോഷത്തിന് തെളിവില്ല, അത് അനാചാരമാകുന്നു. കിതാബിലുള്ളത് സുന്നികൾ പറയുന്നില്ല. കിതാബിലുള്ളത് പറയുന്നുണ്ടോ? ഇല്ലേ? പള്ളി ദർസിൽ പഠിപ്പിക്കുന്ന ചെറിയ കിതാബാണ്. നിങ്ങൾക്കറിയില്ല, ഇയാനത്തു ത്വാലിബീൻ, അവിടെ റഫർ ചെയ്യുന്ന ഗ്രന്ഥമാണ്. ആ ഗ്രന്ഥത്തിൽ നമുക്ക് കാണാം 570-ാമത്തെ പേജിൽ അത് പറയുന്നു, വിപുലമായ രൂപത്തിൽ മൗലിദാഘോഷം നടക്കുകയും വിശദമായ ചോദ്യവും ഉദ്ധരണിയുമാണ്. വിശദീകരിക്കാൻ സമയമില്ല. ജനങ്ങൾ ഒരുമിച്ച് കൂടുന്നു, ഖുർആൻ പാരായണം നടത്തുന്നു, റസൂലുള്ളാഹിന്റെ ജന്മസമയത്തുണ്ടായ സംഭവങ്ങൾ വിശദീകരിക്കുന്നു, ഭക്ഷണം വിതരണം ചെയ്യുന്നു. ഇങ്ങനെയൊക്കെയുള്ള പരിപാടി അതൊക്കെ കൂലി കിട്ടുമോ ഇല്ലയോ? അതിന് പറയുന്നു, അത് മിനൽ ബിദഇൽ ഹസനത്തിൽ ലതി യുസാബു അലൈഹാ സാഹിബുഹാ, ചെയ്യുന്ന വ്യക്തിക്ക് പ്രതിഫലം കിട്ടുന്ന നല്ല പുണ്യകരമായ ആചാരങ്ങളിൽപ്പെട്ടതാകുന്നു. പുണ്യകരമായ ആചാരങ്ങളിൽപ്പെട്ടതാകുന്നു. പറയുന്നത് ആരാണ്? പള്ളി ദർസിലുള്ള കിതാബുകളാണ്. ഓ മതം മാറിപ്പോയ വിവരമില്ലാത്ത മൗലവിമാരെ, നിങ്ങൾ ഏത് കിതാബാണ് നോക്കിയത്? ഞങ്ങൾക്കറിയാൻ താല്പര്യമുണ്ട്. കിതാബ് നോക്കി അതിലുള്ളത് പറയുന്നില്ല എന്നല്ലേ നിങ്ങൾ പറയുന്നത്? സുന്നികളായ ഞങ്ങൾ പറയുന്നത് മുഴുക്കയും കിതാബായ കിതാബുകളിൽ മുഴുവനുമുള്ളതാണ്. 100 കിതാബ് എനിക്ക് തെളിയിക്കാൻ കഴിയും. സാമ്പിളിന് ഞാൻ 1 മാത്രമേ പറയുന്നുള്ളൂ. എത്ര കാര്യങ്ങൾ സഹോദരന്മാരെ നിങ്ങൾക്കറിയോ? 2ാം ബാങ്ക് വെള്ളിയാഴ്ച നിർവഹിക്കുന്ന മുസ്ലിമീങ്ങൾ നിർവഹിക്കുന്ന ഖുതുബക്ക് മുമ്പ് 2 ബാങ്കാണ് നമ്മൾ നിർവഹിക്കുന്നത്. മക്കയിൽ അങ്ങനെയാണ്, മദീനയിൽ അങ്ങനെയാണ്, മിസ്റിൽ അങ്ങനെയാണ്, ഇന്തോനേഷ്യയിൽ അങ്ങനെയാണ്, UAE-യിലും ഖത്തറിലും ഒമാനിലും സൗദിയിലും 2 ബാങ്കാണ് മുസ്ലിമീങ്ങൾക്കുള്ളത്. കേരളത്തിലെ മുജാഹിദുകൾക്ക് മാത്രമാണ് 1 ബാങ്കുള്ളത്. 2 ബാങ്ക് അനാചാരമാണെന്നാണ് KNM പ്രസിദ്ധീകരിച്ച പുസ്തകത്തിൽ പറഞ്ഞിട്ടുള്ളത്. അനാചാരമാണ്. നിങ്ങൾ ഓർക്കണം, ആരാണ് ആ അനാചാരം ചെയ്തത്? സഹീഹുൽ ബുഖാരി നിങ്ങൾ നോക്കിയിട്ടില്ല. നേരത്തെ അബൂബക്കർ മൗലവി പറഞ്ഞല്ലോ, ആ സഹീഹുൽ ബുഖാരി മുസ്ലിമീങ്ങൾക്ക് അറിയില്ല. അതാണ് അതിന്റെ ശരി. നിങ്ങൾ ഖുർആൻ പഠിച്ചിട്ടില്ല, ഹദീസ് പഠിച്ചിട്ടില്ല. സഹീഹുൽ ബുഖാരിയാണ് എന്റെ കയ്യിൽ. 916-ാം നമ്പർ ഹദീസ് നിങ്ങൾക്കറിയാമോ? അതിൽ പറയുന്നത് എന്താണ്? ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹുവിന്റെ ഭരണകാലത്ത് ജനങ്ങൾ വർദ്ധിച്ചപ്പോ ജുമഅക്ക് വരാൻ താമസം തുടങ്ങി. ആ സന്ദർഭത്തിലാണ് ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹു ഒരു ബാങ്കിന് കൂടെ നിർദ്ദേശിക്കുന്നു. മുസ്ലിം ലോകത്ത് അത് സ്ഥിരപ്പെട്ടു കഴിഞ്ഞുപോയി. സഹീഹുൽ ബുഖാരിയാണിത്. മുജാഹിദുകൾക്ക് വേണമെങ്കിൽ നോക്കാം, ഉറപ്പുവരുത്താം. 916-ാം നമ്പർ ഹദീസ്. കിതാബിലുള്ളത് പറയുന്നത് ഞങ്ങളോ നിങ്ങളോ? നിങ്ങൾ മുജാഹിദിലേക്ക് പോവുകയാണോ മൗലവിമാരെ? സങ്കടത്തോടെ ഞങ്ങൾ ചോദിക്കുന്നു. വിവരമില്ലെങ്കിൽ വിവരമില്ലായ്മ മൂടിവെക്കുക എന്നല്ലാതെ മൈക്ക് കെട്ടി വിളിച്ചു പറയണമെന്നൊന്നും ആരും നിർദ്ദേശിച്ചിട്ടില്ല. ഇവിടെ കഴിഞ്ഞ മാമാങ്കത്തിൽ കഴിഞ്ഞതാണ്. ഇവിടെ പ്രസംഗിച്ച മൗലവിമാർ അവരുടെ അജ്ഞതയും വിവരക്കേടും വിളിച്ചു പറയുകയാണ് ചെയ്തിട്ടുള്ളത്. 2 ബാങ്ക് പള്ളി കൊടുക്കൽ, ജുമഅക്ക് 2 ബാങ്ക് കൊടുക്കൽ സുന്നത്താണ്.
കിതാബാണ്. പള്ളി ദർസിൽ പഠിപ്പിക്കുന്ന ചെറിയ കിതാബില്ലേ ഫതുഹുൽ മുഈൻ, വളരെ കനപ്പെട്ട ഗ്രന്ഥമാണ്. കിതാബ് ചെറുതാണെങ്കിലും സാധനം വലിയ മുതൽക്കൂട്ടാണ്. ആ ഫതുഹുൽ മുഈനിൽ പറയുന്നു വതുസന്നു അദാനാനി, 2 ബാങ്ക് സുന്നത്താകുന്നു. സഹോദരന്മാരെ, കിതാബിലുള്ളത് പറയുന്നത് ഞങ്ങളോ നിങ്ങളോ? ജുമയുടെ മുമ്പ് നടത്തുന്ന ഹുതുബക്ക് മുമ്പ് നടത്തുന്ന മഹ്ശറ വിളി നമ്മൾ പറയല് മഹാശറൽ മുസ്ലിമീന എന്ന വിളി ഉള്ളത് കൊണ്ട് മഹ്ശറ വിളി എന്ന് പറയുന്നു. ആ മഹ്ശറ വിളി അത് അനാചാരമാണെന്നാ മുജാഹിദ് പറയുന്നത്. കിതാബിലുള്ളത് പറയുന്നില്ല. നിങ്ങൾ ഏത് കിതാബാ കണ്ടത്? ശാഫിഈ മദ്ഹബിലെ ഏറ്റവും പ്രാമാണിക ഗ്രന്ഥമല്ലേ തുഹ്ഫ? ആ തുഹ്ഫയിൽ അതിനെക്കുറിച്ച് വിശദീകരിച്ചുകൊണ്ട് പറയുന്നു അത് അനാചാരമാണോ അല്ലേ? മഹാൻ പറഞ്ഞു ഫലം യദ്കുറു ദിക്റുഹുൽ ഖബരി ഫി ഹയ്യിൽ ബിദ്അത്തി അസ്ലാ. ഖുതുബയുടെ മുമ്പ് ജനങ്ങളോടൊക്കെ അടങ്ങിയിരിക്കണമേ എന്ന് പറയുന്ന ആ വിളിയുണ്ടല്ലോ, ആ പറച്ചിൽ അതൊരിക്കലും ബിദ്അത്തിൽ പെടുകയില്ല. പറയുന്നത് ആരാ? ഇമാം ഇബ്നു ഹജർ അൽ ഹൈതമി റഹിമഹുല്ലാഹ് തുഹ്ഫയിലാ പറയുന്നത്. ഞങ്ങൾ ചെയ്യുന്ന മഹ്ശറ വിളിക്ക് കിതാബിലുള്ളതാണ് ഞങ്ങൾ പറയുന്നത്. നിങ്ങൾ കിതാബ് കണ്ടിട്ടില്ല, തുറന്നു നോക്കിയിട്ടില്ല, വലിയ മൗലവിമാർ എഴുതി തന്ന നോട്ട് വായിക്കുകയല്ലാതെ കിതാബിന്റെ ഉള്ളിലുള്ളത് നിങ്ങൾക്ക് അറിയില്ല എന്നതാണ് യാഥാർത്ഥ്യം. നിങ്ങൾക്കറിയാമോ സഹോദരന്മാരെ, ഹുതുബ വെള്ളിയാഴ്ച നിർവഹിക്കുന്ന ഹുതുബ അത് അറബി ഭാഷയിൽ വേണമെന്ന് ഞങ്ങൾ പറയുന്നു. ഞങ്ങൾ കിതാബിലുള്ളത് പറയുന്നില്ല എന്നാണോ നിങ്ങൾ പറയുന്നത്? നോക്കൂ നിങ്ങൾ, ഫതുഹുൽ മുഈനാണ് എന്റെ കയ്യിൽ. വശുരിത ഫീഹി അറബിയ, അറബിയിൽ ആവൽ ഷർത്താണ്. എന്തേ കാര്യം? ലിത്തിബാഇ സലഫി വൽ ഖലഫി, പൂർവീകരായ മുഴുവൻ ആളുകളും അറബിയിലല്ലാതെ ഖുതുബ ഓതിയിട്ടില്ല. അപ്പൊ ഒരു ചോദ്യം, ശ്രോതാക്കൾ മലയാളികളാണ്, അനറബികളാണ്, അവർക്ക് തിരിയുമോ? ഫതുഹുൽ മുഈൻ അതിന് മറുപടി പറയുന്നു വഫായിദതുഹാ ബിൽ അറബിയ മഅദബി മഅരിഫതിഹിം ലഹാ. അറബി അറിയാത്തവർ ഇത് കേട്ടിട്ട് എന്തു കാര്യം? അൽ ഇൽമു ബിൽ വാളി ഫിൽ ജുംല, മൊത്തത്തിൽ ഒരു ഉപദേശമാണ് എന്നറിഞ്ഞാൽ മതി. ഫതുഹുൽ മുഈനുള്ളത് അങ്ങനെയാണ്. കിതാബിലുള്ളത് ഞങ്ങൾ ഈ പറയുന്നത് പോലെയാണ്. നിങ്ങൾ പറയുന്നത് ഒരു കിതാബിലുമില്ല. ഇങ്ങനെ വിവരമില്ലാത്ത ജാഹിലുകളായ മൗലവിമാരി എഴുതിയ ഗ്രന്ഥത്തിലുള്ളതല്ലാതെ, സന്ദർഭത്തിൽ നിന്ന് അടർത്തിയെടുത്ത വാക്കുതോരടികളല്ലാതെ നിങ്ങൾക്കത് കാണാൻ കഴിയില്ല. ഞങ്ങളിവർ ആചരിക്കുന്ന വിഷയങ്ങൾ ഏതുണ്ടോ ഏതെടുത്താലും ഇങ്ങനെയാണ്. മരണപ്പെട്ട വീട്ടിൽ മയ്യത്തിന്റെ അരികിൽ ഖുർആൻ പാരായണം നിങ്ങൾക്കറിയാമോ? ഞങ്ങൾ സുന്നത്താണെന്ന് പറയുന്നു. ഇമാം ഇബ്നു ഹജർ അൽ ഹൈതമി അത് വിശദീകരിക്കുന്നു. വയഖറഉ നദ്ബൻ ഇൻദഹു യാസീൻ, രോഗിയുടെ അരികിൽ, മരണാസന്നനായവന്റെ അരികിൽ യാസീൻ ഓതണം. എന്നിട്ട് പറയുന്നു ലിൽ ഖബരി സ്വഹീഹ് യഖറഉ അലാ മൗതാകും യാസീൻ, മരിച്ചവരുടെ പേരിൽ നിങ്ങൾ യാസീൻ സൂറത്ത് ഓതണേ. ഇതിന് 2 അർത്ഥമുണ്ട്. ഒന്ന് മൻ ഹളറഹുൽ മൗതു, മരണം ആസന്നമായവൻ. മറ്റൊന്ന് മരിച്ചവൻ എന്നാകുന്നു. ഫൽ ഖിറാഅത്തു അലൈഹി ഔലാ, അതുകൊണ്ട് മരണപ്പെട്ടവന്റെ മേൽ ഖിറാഅത്ത് ഖുർആൻ പാരായണം ചെയ്യൽ ഏറ്റവും സുന്നത്താകുന്നു. തുഹ്ഫ പറയുന്നു ഞങ്ങൾ കിതാബിലുള്ളതാ പറഞ്ഞിട്ടുള്ളത്. ഞങ്ങൾ കിതാബിലുള്ളത് മൂടി വെച്ചിട്ടില്ല. ഇവിടെ വന്ന് ഞങ്ങൾ മൂടി വെച്ചു എന്ന് പറയുന്നത് വിഡ്ഢിത്തമാണ്, വിവരമില്ലാത്തത് കൊണ്ട് പറയുകയാണ്. മുജാഹിദ് പറയുന്നതോ ഖുർആൻ പാരായണം ചെയ്യണമെന്നല്ല. പിന്നെന്താ? മരിച്ച വീട്ടിൽ പോയാൽ നേരത്തെ അബൂബക്കർ മൗലവി പറഞ്ഞില്ലേ, ആ മയ്യത്തിനെ മരമുട്ടിയിടുന്നത് പോലെ അങ്ങട്ടിടുന്നു ഇങ്ങട്ടിടുന്നു, ഇതിന് രാഷ്ട്രീയം പറയുന്നു. മുജാഹിദ് പറയുന്നത് എന്താ? മാതൃഭൂമി വായിക്കണം. ഞാൻ പറയല്ല, മുജാഹിദ് നേതാവ് പറയട്ടെ. ഈ അബ്ദുൽ ലത്തീഫ് കരിമ്പിലൊരു സാധനത്തിന് കരുതികൾ മൂപ്പരിയായിട്ട് ഇവിടെ വെച്ചിട്ട് സുലൈമാൻ സക്കാഫി ഒരു വീട്ടിൽ വെച്ചിട്ട് ഒരു ചെറിയ ഡയലോഗ് നിങ്ങളൊക്കെ അറിഞ്ഞിട്ടുണ്ടാവും കുറച്ചു മുമ്പ്. അപ്പോ അലവി സക്കാഫിന്റെ ചോദ്യം എന്താ? ചോദ്യം അറിയോ? ചോദ്യം അതാണ്, ഒരു മരിച്ച വീട്ടിൽ ഖുർആൻ വായിക്കലാണോ നല്ലത്, മാതൃഭൂമി, മലയാള മനോരമ, മാധ്യമം പോലെയുള്ള പത്രങ്ങൾ വായിക്കലാണോ നല്ലത്? അപ്പോ വിവരണ്ടേലോ, അതുകൊണ്ട് മൂപ്പര മറുപടി എന്തറിയോ? ഖുർആൻ വായിക്കലാണ് നല്ലത്. അച്ചോദ്യം എന്നോടാണ്, ഞാൻ എന്താ പറയോ? മാതൃഭൂമി വായിക്കലാണ് നല്ലത്. എങ്ങനെയുണ്ട്? മൂപ്പര വിവരത്തിന്റെ ശക്തിയാണത്. കേട്ടണം നിങ്ങള്. മരിച്ച മയ്യത്തിന്റെ അരികിൽ വെച്ച് മാതൃഭൂമി വായിക്കുകയാണ് വേണ്ടത്. കിതാബിലുള്ളതെന്താ? അവിടെ ഖുർആൻ ഓതൽ സുന്നത്താകുന്നു. ഹബീബായ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ